ഹലോ സുഹൃത്തുക്കളെ, അങ്ങനെ ചൂടായത് കാരണം കോവളം ബീച്ചിലോട്ട് ഒന്ന് വന്നതാണ്. കോവളം ഇപ്പോൾ പഴയ കോവളം അല്ല കേട്ടോ. ഒരുപാട് അഡ്വഞ്ചർ ഗെയിമുകളൊക്കെ ഉണ്ട്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഇപ്പോൾ കോവളത്തുണ്ട് കേട്ടോ. സ്പീഡ് ബോട്ടിന് 10 മിനിറ്റിന് 1000 രൂപയാണ്. ഓഫ് റോഡ് ബൈക്ക് വരെ ബീച്ചിലുണ്ട്. എന്തായാലും ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ കോവളം ബീച്ച് ധാരാളം. ചൂടായതുകൊണ്ടാണോ എന്നറിയില്ല, ഇന്ന് നല്ല തിരക്കായിരുന്നു ബീച്ചിൽ. അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി എൻ്റെ മകന് കൊടുത്തു. അത് കഴിച്ച് ഇനി അവൻ കാണിക്കാൻ കോപ്രായങ്ങളില്ല കേട്ടോ. അത്രയ്ക്ക് സന്തോഷം അവൻ്റെ മുഖത്ത് ഞാൻ കണ്ടു. സത്യത്തിൽ കടൽക്ഷോഭം കാണാനാണ് പോയത്, എന്നാൽ കടൽക്ഷോഭമല്ല, ജനക്ഷോഭമാണ് അവിടെ കണ്ടത്. അത്രയ്ക്ക് തിരക്കായിരുന്നു. സ്പീഡ് ബോട്ടിൻ്റെ കാര്യം പറയേണ്ടതില്ല കേട്ടോ. ഇതിൽ കയറുമ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷമായിരിക്കും, എന്നാൽ തിരിച്ചു വരുമ്പോൾ ആ സന്തോഷം മുഖത്ത് കാണില്ല. ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ള ഭാവമാണ് മുഖത്ത് കാണുന്നത് കേട്ടോ. അത്രയ്ക്ക് സ്പീഡിലാണ് ബോട്ട് പോകുന്നത്. എന്നാൽ നിങ്ങളാരും പേടിക്കേണ്ടതില്ല, വളരെ സുരക്ഷയോടെയാണ് അവർ കൊണ്ടുപോകുന്നത് കേട്ടോ. വെക്കേഷൻ ആയത് കാരണം കുട്ടിപ്പട്ടാളത്തിൻ്റെ ഒരു നിര തന്നെ ബീച്ചിൽ കാണാം. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഉയർന്ന തിരമാലകളില്ലാത്തത് കാരണം കുഞ്ഞുമക്കൾക്ക് ഉല്ലസിക്കാൻ പറ്റിയ ഒരിടം തന്നെയാണ് കോവളം ബീച്ച്. ഇനി 1 മണിക്കൂർ കിടന്ന് ബീച്ചിൻ്റെ കാഴ്ചകൾ കാണണമെങ്കിൽ ഈ ബെഡ് ഒന്ന് വാടകയ്ക്ക് എടുത്താൽ മതി കേട്ടോ. 1 മണിക്കൂറിന് 100 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. വിദേശികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കരകൗശല വസ്തുക്കൾ ഈ ബീച്ച് സൈഡിലുണ്ട്. ഇതൊക്കെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതൊന്നുമല്ല. ഇതൊക്കെ വാങ്ങണമെങ്കിൽ നല്ല കാശ് കൊടുക്കേണ്ടി വരും. അത്രയ്ക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസാണ് ഇതൊക്കെ. പിന്നെ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ ഒരു അമ്മാവൻ ചെരുപ്പ് കൈകൊണ്ട് തന്നെ നിർമ്മിച്ച് കൊടുക്കുകയാണ്. സ്വന്തമായി ലെതർ തുന്നി ചേർത്ത് നിർമ്മിച്ച ചെരുപ്പുകളാണ് ഇതൊക്കെ. ഇതൊക്കെ വലിയ പ്രൈസൊന്നുമില്ല, നമുക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ. ഒരുപാട് സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ ബീച്ച് സൈഡിലുണ്ട്. കൂടുതലും വിദേശികളാണ് ഈ റെസ്റ്റോറൻറ്റിൽ കയറുന്നത്. നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ഫുഡുകളൊന്നുമല്ല. നമുക്ക് സാധാരണക്കാർക്ക് കയറി കഴിക്കാനെന്ന് പറഞ്ഞാൽ മിനിമം ഒരു 2000 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ സാധിക്കുകയുള്ളൂ. ഫിഷിനൊക്കെ നല്ല കത്തി റേറ്റാണ്. എല്ലാവരും റേറ്റ് ചോദിച്ചതിന് ശേഷമാണ് റെസ്റ്റോറൻറ്റിൽ കയറുന്നത്. അപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ റേറ്റൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വേണം ഇതിനകത്ത് കയറാൻ. ഈ കാണുന്ന പ്രോൺസിനും ക്രാബിനും ഒക്കെ 1 കിലോയ്ക്ക് 2000 രൂപയാണ്. സത്യത്തിൽ നമ്മൾ എല്ലാ തവണയും ബീച്ചിൽ പോകുമ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്ന് ഇതൊക്കെ കാണും. കാരണം ഇത്രയും വലിയ മീനുകളൊക്കെ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ. നമ്മൾ കടലിൽ പോയാൽ പോലും ഇങ്ങനെയുള്ള മീനിനെ കാണാൻ സാധിക്കില്ല. സത്യത്തിൽ ഇത് കടൽ മീനാണോ കായൽ മീനാണോ ഇനി അവർ സ്വന്തമായി വളർത്തിയെടുത്ത മീനാണോ എന്നൊന്നും അറിയില്ല. അത് അറിയാവുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ പറയത്തക്ക തിരക്കൊന്നുമില്ല കേട്ടോ. എല്ലാ റെസ്റ്റോറൻറ്റിലും 1-2 പേരെ മാത്രമാണ് ഞങ്ങൾ കണ്ടത്. ഒരുപാട് ചെറുകിട കച്ചവടക്കാർ ഇതുപോലെ ബീച്ച് സൈഡിലിരുന്ന് കുട്ടികൾക്കായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് കോവളത്തിലെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.